ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് ആലത്തൂരുള്ള നമ്മുടെ പോപ്പുലർ മാരുതിയിലാണ്. നമ്മുടെ ഓൾ ന്യൂ സ്വിഫ്റ്റ് ആണ് ഈ കാണുന്നത് നമ്മുടെ ബാക്കിൽ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാനായിട്ട് നമ്മുടെ കൂടെ അഫ്സൽ ഉണ്ട്. അഫ്സൽ ഇവിടുത്തെ നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇതിന്റെ പ്രൈസ് റേഞ്ച് എത്രയാണ്, ഇതിന്റെ വേരിയൻസ് എത്രയാണ്, ഏതൊക്കെ വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ അഫ്സൽ നമുക്ക് പറഞ്ഞുതരും. അഫ്സൽ, വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സ്വിഫ്റ്റിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ആദ്യം അറിയാനുള്ളത് കഴിഞ്ഞ സ്വിഫ്റ്റ് ആയിട്ട്. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മാരുതിയുടെ ഏറ്റവും പുതിയൊരു വാഹനം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ന്യൂ സ്വിഫ്റ്റ്. മാരുതി 2005 സ്വിഫ്റ്റ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. സ്വിഫ്റ്റിന്റെ 4th ജനറേഷൻ Z സീരീസ് എഞ്ചിനുള്ള പുതിയൊരു വാഹനമാണ് മാരുതി ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. 5 വേരിയൻസ് ആണ് നമുക്ക് വെഹിക്കിളിനകത്ത് മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. LXi, VXi, VXi ഓപ്ഷൻ, ZXi, ZXi പ്ലസ്, അങ്ങനെ 5 വ്യത്യസ്ത മോഡലുകളാണ് മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ നിൽക്കുന്ന വാഹനം എന്ന് പറയുന്നത് VXi ഓപ്ഷൻ എന്ന് പറഞ്ഞ മോഡലാണ്. മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ്. VXi ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു 3 ഫീച്ചേഴ്സ് അഡീഷണൽ കൂടുതൽ വരുന്നു. സുസുക്കി കണക്കുന്ന ഒരു അഡ്വാൻസ്ഡ് ടെലിമാറ്റിക് ടെക്നോളജി അടങ്ങുന്ന ഒരു ഫീച്ചറാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. എഞ്ചിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു VXiയും ZXiയും ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മോഡലായിട്ടാണ് VXi ഓപ്ഷൻ വരുന്നത്. പിന്നെ എല്ലാവരുടെയും ഒരു പരാതിയായിരുന്നു മാരുതി സേഫ്റ്റി കുറവാണ്, വെയിറ്റ് കുറവാണ്, പപ്പടം പോലെ പൊടിയും, അങ്ങനെയുള്ള പല ഇതും നമ്മൾ സോഷ്യൽ മീഡിയസിൽ കാണുന്നതാണ്. അപ്പം അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് അക്രോസ് ഓൾ വേരിയന്റിൽ 6 എയർ ബാഗ് മാരുതി കൊടുത്തിട്ടുണ്ട്. ബേസ് മോഡൽ മുതൽ ഫുൾ ഓപ്ഷൻ വരെ സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ മോഡലിലും 6 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ABS വിത്ത് EBD, ഹിൽ ഹോൾഡ് അസിസ്റ്റ് എല്ലാ വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളൊരു കയറ്റത്ത് നിൽക്കുകയാണ്, വണ്ടി പുറകിലോട്ട് ഇറങ്ങി വരാതിരിക്കാൻ ഒരു 3 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാനുള്ളൊരു ടെക്നോളജിയും എല്ലാ വേരിയന്റിലും കൊടുത്തിട്ടുണ്ട്. ABSഉം EBDയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LXiയിൽ തന്നെ അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആകെ സ്റ്റീരിയോയും അങ്ങനെ 1-2 കാര്യങ്ങൾ മാത്രമേ മിസ്സാകുന്നുള്ളൂ മറ്റുള്ള മോഡൽ വെച്ച് അപേക്ഷിച്ച്. പ്രൈസിംഗ് വരുന്നത് LXi എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 649 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്ഷോറൂം പ്രൈസ് ആണ്. പ്ലസ് റോഡ് ടാക്സും ഇൻഷുറൻസും മറ്റുള്ള കാര്യങ്ങൾ അഡീഷണൽ വരും. അതുപോലെ VXi സ്റ്റാർട്ട് ചെയ്യുന്നത് 729, VXi ഓപ്ഷൻ 756, ഇത് 756 എക്സ്ഷോറൂം വരുന്ന മോഡലാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു സെഗ്മെന്റിൽ, ഈ ഒരു ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലാണ് സ്വിഫ്റ്റ്. 25.75 km/ലിറ്റർ ആണ് മാരുതി അവകാശപ്പെടുന്നത്. എല്ലാ മോഡലിലും ഹാലജൻ, അതായത് LXi, VXi ഓപ്ഷൻ തുടങ്ങിയ മോഡൽ എല്ലാ മോഡലിലും ഹാലജൻ പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് വരുന്നത്. ZXiയിലേക്ക് പ്ലസിലേക്ക് പോകുമ്പോൾ LED DRL LED പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് ആണ് വരുന്നത്. ഇതില് നമുക്ക് ZXi പ്ലസിന്റെയും റേറ്റ്, ZXi പ്ലസിലേക്ക് പോകുമ്പോൾ ZXi പ്ലസ് എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഈ ടോപ്പ് എൻഡ് മോഡൽ എന്ന് പറയുമ്പോൾ 8,89,500 ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. എക്സ്ഷോറൂം പ്രൈസ് പ്ലസ് റോഡ് ടാക്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം അഡീഷണൽ ആയിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ഓട്ടോമാറ്റിക് വേരിയന്റുകൾക്കാണ്. അപ്പൊ നമുക്ക് സ്വിഫ്റ്റില്, ഓൾ ന്യൂ സ്വിഫ്റ്റില് ഏതൊക്കെ വേരിയൻസ് നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്ക് LXi ഒഴികെ ബാക്കി എല്ലാ വേരിയൻസിലും ഓട്ടോമാറ്റിക് വെഹിക്കിൾസ് അവൈലബിൾ ആണ് ന്യൂ സ്വിഫ്റ്റില്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം അതിന്റെ മൈലേജ് ആണ്. 25.75 km/ലിറ്റർ ആണ് മാരുതി മൈലേജ് പറയുന്നത്. അപ്പൊ നമുക്ക് VXi തൊട്ട് മുകളിലേക്ക് VXi ഓപ്ഷൻ, ZXi പ്ലസ്, 4 മോഡൽസ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് VXi മോഡലിൽ 779 ആണ്. 779,500 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. 779,500, 8,06,000, 8,79,000, 9,49,500 ഇതാണ് എക്സ്ഷോറൂം പ്രൈസ് റേഞ്ച് വരുന്നത്. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ AGS എന്ന് പറയും, ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ആണ്. ഓട്ടോമാറ്റിക് ആയിട്ടും മാനുവൽ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് പുതിയ സ്വിഫ്റ്റ്. ഇതിന്റെ എഞ്ചിന്റെ സ്പെക് പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാ പുതിയ ഇത് മാരുതി ഇൻട്രൊഡ്യൂസ് ചെയ്ത ന്യൂ Z കാറ്റഗറി എഞ്ചിനാണ്. Z12E എന്ന് പേര് വിളിക്കുന്ന എഞ്ചിനാണ്. ഇതിന്റെ പവർ വരുന്നത് 81.58 bhp പവർ വരുന്നത്. ടോർക്ക് വരുന്നത് 111.7 Nm നമുക്ക് ടോർക്ക് വരുന്നത്. ഇനീഷ്യൽ പുള്ളിങ്ങും പവറിനും യാതൊരുവിധ തർക്കവുമില്ല. വണ്ടി ഞാൻ പേഴ്സണലി ഓടിച്ചു നോക്കി. എനിക്ക് പഴയ സ്വിഫ്റ്റും പുതിയ സ്വിഫ്റ്റും തമ്മിൽ ഓടിക്കുമ്പോൾ യാതൊരുവിധ വ്യത്യാസം തോന്നിയില്ല. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്, ഫീൽ ചെയ്തത്. 3 സിലിണ്ടർ ആണ്, Z കാറ്റഗറി എഞ്ചിനാണ്. ഇത് ഇത്രയും കാലം മാരുതി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് K സീരീസ് എഞ്ചിൻ ആയിരുന്നു. ഇപ്പൊ പുതിയൊരു എഞ്ചിൻ Z കാറ്റഗറിയിലേക്ക്
അതായത് പൊല്യൂഷൻ നോംസ് ഇപ്പൊ BS6 കാര്യങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് പൊല്യൂഷൻ വളരെയധികം ഇന്ത്യൻ ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് BS6 നോംസിലേക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളുടെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് Z കാറ്റഗറി എഞ്ചിനാണ് കൊണ്ടുവരുന്നത്. 3 സിലിണ്ടർ 1200 cc എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു VXI ഓപ്ഷനിൽ നമുക്ക് സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് റിക്വസൻസ് കാണാനുണ്ട്. അതുപോലെ തന്നെ ORVM ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. നമുക്ക് 14 ഇഞ്ചിന്റെ ടയേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഈ സൈഡിൽ കംപ്ലീറ്റ് ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ടല്ലേ? അതായത് മുന്നുള്ള വാഹനത്തിൽ നമുക്ക് ഈ ഒരു ക്യാരക്ടർ ലൈൻ എന്ന് പറയും, ഷോൾഡർ ലൈൻ എന്ന് പറയും. ഇത് കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ എലഗന്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി കുറച്ചുകൂടി ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മിററിൽ തന്നെ ഔട്ട് സൈഡ് മിററിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇപ്പൊ ഈ സൈഡിൽ നോക്കുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കുറച്ചുകൂടി കൊളാബറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. 163 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് വരുന്നത്. നേരത്തെ ഉള്ള സ്വിഫ്റ്റില് നമുക്ക് ഡോർ ഹാൻഡിൽ ഈ ഒരു വശത്തായിരുന്നു, ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. അത് മാറ്റി പഴയ പോലെ തന്നെ വണ്ടിയുടെ ഡോർ ഹാൻഡിൽ കൊണ്ടുവന്നു. ഈ ഒരു ക്വാർട്ടർ പാനൽ ഉണ്ടായിരുന്നോ പഴയ സ്വിഫ്റ്റില്? ഈ ഒറ്റ പീസായിരുന്നു. ആ ഒരു ഡോറായിട്ട്, ഈ ഒരു ഡോറിന്റെ ഹാൻഡിലായിട്ടായിരുന്നു അത് വന്നുകൊണ്ടിരുന്നത്. കുറച്ചുകൂടി സ്പേസ് ഉള്ള പോലെ ഒരു ഫീൽ ചെയ്തു. ഫ്യൂൽ ടാങ്കിന്റെ കപ്പാസിറ്റി എങ്ങനെയായിരുന്നു? 37 ലിറ്റർ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ വണ്ടിക്ക് മാരുതി കൊടുത്തേക്കുന്നത്. സസ്പെൻഷൻ മാരുതിയുടെ എല്ലാ വെഹിക്കിൾസിലും യൂസ് ചെയ്യുന്ന മെക്ഫഷൻ സ്റ്റട്ട് എന്ന് പറഞ്ഞ സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷന്റെ ആ ഒരു നമ്മളൊരു ഹമ്പ് ചാടുമ്പോൾ ആ ഒരു ജർക്കിംഗ്, അതിന്റെ ഒരു ഹൈറ്റ് 23 mm മാരുതി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പം അകത്തിരിക്കുമ്പോൾ ഒരു ഹമ്പ് ചാടുമ്പോഴോ അല്ലെങ്കിൽ ഒരു അണീവൺ റോഡിൽ യൂസ് ചെയ്യുമ്പോഴോ നമുക്ക് അതിന്റെ ഒരു ഫീല് നമുക്ക് ക്യാബിനകത്തേക്ക് കിട്ടത്തില്ല. ഇതില് താഴത്ത് നമുക്ക് ഫുൾ പാക്ഡ് ആണല്ലേ? ഫുൾ കവേർഡ് ആണ്. നോയ്സ് ഫുൾ കവേർഡ് ആണ്. ഒരു തരത്തിലുള്ള നോയ്സും വരുന്നില്ല. മാരുതി അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാം വണ്ടിയുടെ താഴ്ഭാഗം മുതൽ ഫുള്ള് എഞ്ചിൻ ക്യാബിൻ എല്ലാം കവേർഡ് ആണ്. ഒരു തരത്തിലുള്ള നോയ്സ് പൊല്യൂഷനും ക്യാബിനകത്തേക്ക് വരത്തില്ല. ഇതില് വേറെ സംബന്ധിച്ചല്ലേ, നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുള്ള സ്വിഫ്റ്റുകളിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ടൈൽ ലാംപ്സ് ആണ് നമുക്ക് ഇതിലും കാണുന്നത്. ഒരു കാണുമ്പോൾ തന്നെ ഒരു മോഡിഫൈഡ് ആയിട്ട് വണ്ടിയുടെ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ടല്ലേ? ഈ ടൈൽ ലാമ്പിന്റെ പ്രത്യേകത എന്താ? എല്ലാ മോഡലിലും റിയർ LED ടൈൽ ലാമ്പാണ് വരുന്നത്. എല്ലാം LED ലൈറ്റ്സ് ആണ്. ഹാലജൻ ലൈറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ ഒരു സ്റ്റൈലിഷ് ലുക്കിന് വേണ്ടി ബ്ലാക്ക് എലമെന്റ്സ്, ബ്ലാക്ക് ലൈറ്റ് പോലെ ഒരു സ്റ്റൈലിഷ് ലുക്ക് കൊടുത്തിരിക്കുന്നത്. എല്ലാ മോഡലും സ്റ്റാൻഡേർഡ് ആയിട്ട് റിയർ LED ടൈൽ ലാമ്പ് ഇങ്ങനെയാണ് എല്ലാ വേരിയന്റും. അതുപോലെ തന്നെ നമുക്ക് പാർക്കിംഗ് സെൻസറൊക്കെ ബൈ ഡിഫോൾട്ട് ഇൻബിൽറ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ് അക്രോസ് ഓൾ വേരിയന്റിലും. റിയർ ഡിഫോഗർ എന്ന് പറയുന്നത് എല്ലാ മോഡലും സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ മോഡലും. നല്ലൊരു ഈ മഴക്കാലത്തൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട്. അതെ, മഴക്കാലത്ത് മിസ്റ്റ് വരുമ്പോൾ നമുക്ക് ഒരു പ്രസ് ഓഫ് ബട്ടന്റെ സഹായത്തോടും മിസ്റ്റ് ഫുള്ളും നമുക്ക്. ബേസിക് തൊട്ട് മുകളിലേക്ക് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നുണ്ടോ? Z മുതലാണ് ഓട്ടോ AC വരുന്നത്. നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോ എന്താണ്, എങ്ങനെയാണ് വന്നിരിക്കുന്നത് ബൂട്ട് സ്പേസ്? 265 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ബൂട്ട് സ്പേസ് ആണ് മാരുതി കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ തിങ്സ് വെക്കാൻ വേണ്ടിയിട്ട് റിയർ പാർസൽ ട്രേ VXI തൊട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ മോഡലും VXI മുതൽ മുകളിലേക്കുള്ള എല്ലാ വേരിയൻസിലും റിയർ പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബിൽഡ് ക്വാളിറ്റി കുറച്ച് വ്യത്യാസം വന്നിട്ടില്ല. വണ്ടിയുടെ വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, മാരുതിയുടെ വാഹനം വെയിറ്റ് കുറവാണെന്നുള്ള പരാതി പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ടാണ് ഈ ഒരു വാഹനം ഇറക്കിയിരിക്കുന്നത്. അത് നമുക്ക് ഡോർ തുറക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും. നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ എനിക്ക് ബേസിക്കലി നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ ഈ ഡാഷും കാണാൻ. കാരണം ഇപ്പൊ നമ്മൾ ജർമ്മൻ കാറുകളിലാണ് ഈ ഒരു ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെരിവ് കണ്ടിട്ടുള്ള. ഇപ്പൊ പോളോനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ചെരിവ് ഡ്രൈവർക്ക് സുഖമായിട്ട്. അപ്പൊ ആ രീതിയിൽ ഡ്രൈവർ ഓറിയന്റഡ് കോക്പിറ്റ് എന്നാണ് മാരുതി തന്നെ പറയുന്നത്. ഓക്കെ, മുന്നുള്ള സ്വിഫ്റ്റിൽ 5 ഡിഗ്രി ആയിരുന്നു ഡ്രൈവർ ഓറിയന്റഡ് ആയിട്ടുള്ള കൊടുത്തിരിക്കുന്നത്. ന്യൂ സ്വിഫ്റ്റിൽ 8 ഡിഗ്രിയോളം ഡ്രൈവർക്ക് കംഫർട്ടബിൾ ആകാൻ വേണ്ടിയിട്ട് കോക്പിറ്റ് മാറ്റി ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് വരുന്നത് സ്മാർട്ട് പ്ലേ തന്നെയാണോ? സ്മാർട്ട് പ്ലേ പ്രോ ആണ് വരുന്നത്. VXI ഓപ്ഷൻ ആയതുകൊണ്ട് സ്മാർട്ട് പ്ലേ പ്രോ ആണ് വരുന്നത്. VXI മുതൽ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് VXI ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ഈ സ്മാർട്ട് പ്ലേ പ്രോയ്ക്ക് ഒപ്പം സുസുക്കി കണക്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മാരുതിയുടെ അഡ്വാൻസ്ഡ് ടെലിമാറ്റിക് സിസ്റ്റമായ സുസുക്കി കണക്ട് ഇൻബിൽറ്റ് ആയിട്ട് ഈ VXI ഓപ്ഷൻ പറഞ്ഞ മോഡൽ വരുന്നുണ്ട്. കൂടാതെ ഇലക്ട്രിക്കലി ഫോൾഡബിൾ മിററും, കൂടാതെ എഞ്ചിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ടും സ്മാർട്ട് കീ ആണ് വരുന്നത്. ഓക്കെ, സ്മാർട്ട് കീ ആണ് നമുക്ക് ഈ VXI ഓപ്ഷൻ എന്ന് പറഞ്ഞ മോഡലിൽ വരുന്നത്. എല്ലാ VXI മുതൽ എല്ലാ വേരിയൻസിലും ഡിജിറ്റൽ AC കൺട്രോൾ പാനൽ ആണ് വരുന്നത്. മാനുവൽ ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന പാനലല്ല. നമ്മുടെ പഴയ പോലത്തെ ആ ഒരു ബ്ലോവർ തിരിക്കുന്ന പരിപാടിയില്ല. ഫുള്ളി ഡിജിറ്റൽ AC ബ്ലോവർ പാനലാണ്
എല്ലാ മോഡലും കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഓട്ടോ എ സി വരുന്നത് VXI ഓപ്ഷൻ VXI ഓപ്ഷൻ മുതലാണ് ഓട്ടോ AC വരുന്നത്. അതുപോലെ തന്നെ VXIലും VXI ഓപ്ഷൻ മുതൽ സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോളുകൾ, അതുപോലെ കോൾ കൺട്രോൾസ്, വോയിസ് കമാൻഡിങ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം മാരുതി ഇതിനകത്ത് കൊടുക്കും. ഡാഷ്ബോർഡ് ആക്ച്വലി കംപ്ലീറ്റ് സിംഗിൾ കളറിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ആ ഡിസൈനിൽ ആ ഒരു ചെറിയ ചെറിയ എലമെന്റ്സ് കൊടുത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ചില ഭാഗങ്ങളിൽ വ്യത്യസ്തമാക്കിയിട്ടുണ്ട് മാരുതി. ആ ഒരു സിംഗിൾ കട്ട് യൂസ് ചെയ്യാതെ ഒരു മൾട്ടിപ്പിൾ കട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ നമുക്ക് മീറ്റർ ക്ലസ്റ്റർ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും പഴയൊരു മീറ്റർ ക്ലസ്റ്റർ ഒരു ഡുവൽ ടൈപ്പ് ആയിരുന്നു. ഇതിപ്പോ ഒരു സിംഗിൾ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. കളർ ഇലൂമിനേഷൻ വരുന്നത് ZXi ടോപ്പ് എൻഡ് മോഡൽസിലാണ് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേസ് വരുന്നത്. ബാക്കിയെല്ലാം ഈ ഒരു ആംബിയൻ കളറിലായിരിക്കും ഇൻഫർമേഷൻസ് നമുക്ക് വരും. നല്ല രസമുണ്ട്. ആ റെഡ് വന്നപ്പോ ഒരു പ്രത്യേക സ്റ്റൈലിഷ് ആയിരുന്നു. അതെ. അതുപോലെ നമ്മുടെ വാർണിംഗ്സ് എല്ലാം നമുക്ക് ബൈ ഡിജിറ്റലി അനലോഗ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇപ്പൊ ഡോർ നമുക്ക് ഓപ്പൺ ആണ്, ഡോർ തുറക്കുന്നത്, അതുപോലെ സീറ്റ് ബെൽറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. കൺസോളില് കപ്പ് ഹോൾഡേഴ്സ് ഡോർ ഫയൽ അതുപോലെ തന്നെ ഫാനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ USB ചാർജിങ് സ്ലോട്ട് ഉണ്ട് ഇവിടെ. പിന്നെ സോറി, ഇത് USB ആണ്. ചാർജിംഗ് സോക്കറ്റ് അഡീഷണൽ 12 വാട്ടിന്റെ വന്നിരിക്കുന്നുണ്ട്. ഗ്ലോ ബോക്സ് ഡീസന്റ് ആയിട്ടുള്ള സൈസിലുള്ള ഗ്ലോ ബോക്സ് ആട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റിയർ വ്യൂ മിറർ എന്ന് പറയുമ്പോൾ ഓട്ടോ ഡിമ്മിംഗ് അല്ല, മാനുവൽ ഡിമ്മിംഗ് ആണ്. ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഗ്ലാസ് വന്നിരിക്കുന്നത്, മിറർ വന്നിരിക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ ബ്ലാങ്ക് ആണ്, ടിക്കറ്റ് ഹോൾഡർ മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അതെ. ഇതില് പുറകിലേക്ക് വരുമ്പോൾ നമുക്ക് VXI ഓപ്ഷനിൽ ബാക്കിൽ ചാർജിങ് സോക്കറ്റ് ഒന്നും വരുന്നില്ല അല്ലെ? ഇല്ല, VXI ഓപ്ഷനിൽ വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലെ സീറ്റുകൾ 60/40 ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ZXi മുതലാണ് 60/40 വരുന്നത്. കംപ്ലീറ്റ് ബ്ലാക്ക് ഇന്റീരിയർ തന്നെയാണ്. എല്ലാ മോഡലും ബ്ലാക്ക് ഇന്റീരിയർ ആണ്. എല്ലാ മോഡലും ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈലിഷ് പാറ്റേൺ കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് ആയിട്ട് വിടാതെ എല്ലാ മോഡലും സ്റ്റൈലിഷ് ആയിട്ട്. നമുക്ക് ഇരിക്കുമ്പോ ഒരു ബക്കറ്റ് ടൈപ്പ് സീറ്റിന്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഈ സൈഡിലേക്കൊക്കെ ഒരു ഹഗ് എത്തിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു പഴയ സ്വിഫ്റ്റിന്റെ ഓൾമോസ്റ്റ് അതേ ഡിസൈൻ പാറ്റേണിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഷോൾഡർ സപ്പോർട്ടും തൈ സപ്പോർട്ടും പഴയ സ്വിഫ്റ്റിന്റെ അതേ ഇത് മെയിൻറ്റെയിൻ. ഇതിലെ പുറകിന്റെ സീറ്റിൽ നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ടിലെ രണ്ട് സൈഡിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് വന്നിരിക്കുന്നത്. ഓട്ടോ ഡൗൺ, പവർ വിൻഡോ, അപ്പ് ആൻഡ് ഡൗൺ എല്ലാ മോഡലും മാരുതി സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. വൺ പ്രസ് ഓഫ് ബട്ടണിൽ അപ്പ് ആൻഡ് ഡൗണും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പല സാഹചര്യങ്ങളിലും നമുക്ക് പെട്രോൾ പമ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് വളരെയധികം അതുപോലെ മിററൊക്കെ ഫോൾഡ് ചെയ്യാം അല്ലെ? മിറർ ഫോൾഡ് VXI ഓപ്ഷൻ മുതലാണ് ആ ഒരു ഫീച്ചർ ഇലക്ട്രോണിക്കലി ഫോൾഡബിൾ മിറർ. അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്, പക്ഷെ ഫോൾഡബിൾ VXI മുതലാണ്. ഓക്കെ, അത് നല്ല ശരിക്കും ഒരു VXI ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടൊരു തീർച്ചയായിട്ടും. അതായത് മുന്നേ ഉള്ള സ്വിഫ്റ്റിനും ZXiയും VXiയും തമ്മിൽ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ VXI ആണ് ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്നത്. ഇനിയുള്ള കസ്റ്റമേഴ്സിന് ഒരു അഡീഷണൽ ചോയ്സ് ആണ് VXI ഓപ്ഷൻ. നമുക്ക് ചോയ്സ് ചെയ്യാം. നമുക്ക് ZXiയിലേക്ക് പോകണ്ട, പുഷ് ബട്ടൺ സ്റ്റാർട്ടും അതുപോലെ നമ്മുടെ ഫോൾഡബിൾ മിററും സുസുക്കി കണക്റ്റും എല്ലാം VXI ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു മോഡലിൽ വരുന്നത്. ആ ഒരു കീ ഒന്ന് കാണിക്കുക. ഷുവർ. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ സ്മാർട്ട് കീ വരുന്നത്. അൺലോക്ക് ചെയ്യുക, ലോക്ക് ചെയ്യുക. അതുപോലെ നമുക്കൊരു മാനുവൽ കീ നമുക്ക് ഈ ഒരു കീയില് വരുന്നുണ്ട്. നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ മാനുവൽ കീ വരുന്നുണ്ട്. ഇത് ശരിക്ക് പഴയ സ്വിഫ്റ്റിലൊക്കെ ZXi തൊട്ടാണ് നമുക്ക് അല്ലേ? അതെ, ZXi മുതലാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നു തുടങ്ങിയത്. ഇപ്പൊ ന്യൂ മോഡലിൽ VXI ഓപ്ഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ശരിക്കും നമുക്ക് നോർമലി എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു മോഡലാണ്, ഒരു ഫീച്ചറാണ് ഇത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോ AC, അതുപോലെ തന്നെ നമുക്ക് വൺ ടച്ചില് ഫോൾഡ് ചെയ്യാം. എല്ലാവർക്കും ആഗ്രഹമാണ്. നാവിഗേഷൻ സിസ്റ്റം. സുസുക്കി കണക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയാനുണ്ട്. നമ്മുടെ ട്രാക്കിംഗ് ഡിവൈസ് ആണ്. വണ്ടി എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത്. നമുക്ക് സ്റ്റിയറിംഗ് ടിൽറ്റ് ഉണ്ടോ? സ്റ്റിയറിംഗ് വരും. നമുക്ക് ഈ ഒരു വണ്ടിയിൽ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന VXI ഓപ്ഷൻ, ഇപ്പൊ നിങ്ങൾ കണ്ട എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്ന വണ്ടി VXI ഓപ്ഷൻ എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പൊ അതിന്റെ പ്രൈസ് ഒന്നും കൂടി ഒന്ന് പറയുമോ? VXI ഓപ്ഷനിൽ മാനുവലും വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. മാനുവൽ വേരിയന്റ് എക്സ്ഷോറൂം പ്രൈസ് 7,56,500. സെയിം ഓട്ടോമാറ്റിക് വേരിയന്റ് പ്രൈസ് 8,06,501. ഇതാണ് നമുക്ക് എക്സ്ഷോറൂം പ്രൈസ് വരും. നമുക്ക് ഏകദേശം എത്ര രൂപ കൊടുത്ത് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് കൊടുത്ത് നമുക്ക് ഒരു വണ്ടി ഇറക്കാൻ പറ്റും? സിവിൽ സ്കോർ ഒക്കെ ബേസ്ഡ് ഓൺ കസ്റ്റമറിന്റെ സിവിൽ സ്കോർ ആണ്. ഒരു 1 lakh ആ റേഞ്ചിലുണ്ടെങ്കിൽ നമുക്ക് വെഹിക്കിൾ ഇറക്കാം. വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ? വെയിറ്റിംഗ് പീരീഡ് ഇപ്പം മാരുതി കേരളത്തിലേക്ക് അത്രയും അധികം വെഹിക്കിൾസ് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഈവൻ പോപ്പുലർ ഗ്രൂപ്പിൽ തന്നെയായാലും 400ഓളം വെഹിക്കിൾസ് നമുക്ക് ഡെസ്പാച്ച് ആയിട്ടുണ്ട്. ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ആദ്യം വണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രയോറിറ്റി. അവൈലബിൾ ആയിരിക്കാൻ സാധിക്കും. വെഹിക്കിൾസ് അവൈലബിൾ ആണ്. സ്വിഫ്റ്റ് പോലുള്ള ഇന്ത്യയിലെ നമ്പർ 1 സെല്ലിംഗ് ഹാച്ച്ബാക്ക് മോഡൽ ആയതുകൊണ്ട്
ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് മാരുതി എന്തായാലും തരാൻ സാധ്യതയില്ല. അത്യാവശ്യം വെഹിക്കിൾസ് ഡെസ്പാച്ച് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ കളേഴ്സ് 6 കളേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് 6 കളേഴ്സ് ആണ് വരുന്നത്. പുതിയതായിട്ടൊരു 2 കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലെസ്റ്റർ ബ്ലൂവും അതുപോലെ നോബൽ ഓറഞ്ചും പറഞ്ഞ 2 കളർ വേരിയന്റ് മോഡലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നോർമലി വരുന്ന വൈറ്റ്, സിൽവർ, മാഗ്മ ഗ്രേ തുടങ്ങിയ റെഡ് തുടങ്ങിയ കളേഴ്സ്. ഡ്യുവൽ ടോൺ നമുക്ക് ഡ്യുവൽ ടോൺ വരുന്നത് 3 കളർ വേരിയന്റ്സിലാണ് നമുക്ക് ഡ്യുവൽ ടോൺ വരുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക്, റെഡ് ആൻഡ് ബ്ലാക്ക്, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. ഈ ഒരു 3 കോമ്പിനേഷനിലാണ് ഡ്യുവൽ ടോൺ. ടോപ്പ് എൻഡ് മോഡലിലാണ് ഈ പ്ലസിലാണ് ഡ്യുവൽ ടോൺ വരുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും നേരം നമുക്ക് ഈ ഒരു വണ്ടികളുടെ ഡീറ്റെയിൽസ് പറയുന്നത് അഫ്സലാണ്. അപ്പൊ അഫ്സൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് വളരെ രസമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ അഫ്സലിന്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വണ്ടിയുടെ വേരിയൻസ്, കളേഴ്സ്, അവൈലബിലിറ്റി അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളും, ഓൺ റോഡ് പ്രൈസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു, ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുന്ന അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇതിൽ പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ.